നമസ്കാരം. പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് സ്വാഗതം. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ഷേമ പെൻഷൻ വർധനവ് പ്രതീക്ഷിച്ചവർക്ക് നിരാശയായി ബജറ്റ് പ്രഖ്യാപനം. വരുന്ന സാമ്പത്തിക വർഷം മുതൽ ക്ഷേമ പെൻഷൻ മുടങ്ങാതെ ലഭിക്കുമെന്ന് മാത്രമാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചത്. ബാക്കിയുള്ള 3 ഗഡു കുടിശ്ശിക സമയബന്ധിതമായി നൽകുമെന്നുമാണ് ധനമന്ത്രി ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ സാമ്പത്തിക വർഷം 2 ഗഡു കുടിശ്ശിക അനുവദിക്കുകയുണ്ടായി. പുതിയ സാമ്പത്തിക വർഷം ബാക്കി വരുന്ന 3 കുടിശ്ശികകളും അനുവദിക്കും. വരുന്ന സാമ്പത്തിക വർഷം അതാത് മാസത്തെ പെൻഷൻ കുടിശ്ശിക കൂടാതെ നൽകുമെന്നാണ് ധനമന്ത്രി ബജറ്റ് പ്രഖ്യാപനത്തിൽ വ്യക്തമാക്കിയത്. കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായി വരിഞ്ഞുമുറുക്കുമ്പോഴും അടിസ്ഥാന ജനവിഭാഗത്തെ കൈവിടാതെ കാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ധനമന്ത്രി അറിയിച്ചു. 60 ലക്ഷം പേർക്ക് പ്രതിമാസം 1600 രൂപ പെൻഷൻ നൽകാൻ 11,000 കോടി രൂപയിലധികമാണ് സർക്കാർ വർഷത്തിൽ ചിലവാക്കുന്നത്. ഇതിൽ കേന്ദ്ര സർക്കാർ നൽകുന്ന സഹായം മൊത്തം വിഹിതത്തിന്റെ 2% മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. ക്ഷേമ പെൻഷൻ 2,500 രൂപയാക്കി വർദ്ധിപ്പിക്കുക എന്നത് LDFന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനമാണ്. രണ്ടാം പിണറായി സർക്കാർ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് ക്ഷേമ പെൻഷൻ 2,500 രൂപ ആക്കുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഇത് നടപ്പിലാക്കാൻ ഇനിയും സമയമെടുക്കുമെന്നാണ് ബജറ്റ് നൽകുന്ന സൂചന. നിലവിൽ 3 ഗഡു കുടിശ്ശിക വരുന്ന സാമ്പത്തിക വർഷത്തിൽ തന്നെ വിതരണം ചെയ്യും. എല്ലാ മാസവും കൃത്യമായി 1,600 രൂപ പെൻഷൻ ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കുകയും ചെയ്യും. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.